ഇന്ന് നമുക്ക് പച്ചപ്പയർ ഉപ്പേരി വെക്കണത് എങ്ങനെയാന്ന് നോക്കാം. അതിലെ പച്ചപ്പയറിലെ മണിപ്പയറായിരുന്നു അധികം, പൊടിച്ചിടുന്ന പയറിനേക്കാളും. ഇന്ന് കടയ്ക്ക് പോയതാ, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അത് കാരണം അത് വാങ്ങിയിട്ട് വന്നു. അതവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം ഇനി ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇത് ഒന്ന് വതക്കിയിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞപ്പൊടിയും ഉപ്പിട്ടിട്ടാണ് അത് വേവിച്ച് വെച്ചത്. മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കറിവേപ്പിലയും വെളുത്തുള്ളി, ചുവന്നുള്ളി ഇട്ടിട്ട് ഒന്ന് മൊരിയിച്ചിട്ടുണ്ട്. ഇടിച്ച മുളക്, ക്രഷ് ചെയ്ത മുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതില്ല ഇവിടെ കഴിഞ്ഞിരിക്കുക. എന്നിട്ട് ഇത് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് പയർ ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. പയർ പൊട്ടിക്കാൻ മാത്രം വിഷമമുള്ള, നന്നാക്കി ഉണ്ടാക്കാൻ മാത്രം. വേറെ വേവിച്ച് കുക്ക് ചെയ്യേണ്ടത് ഒരു പണിയില്ല. മെഴുക്കുവരട്ടിയാണ് പയർ ഉപ്പേരി എന്ന് പറയും ഞങ്ങൾ തൃശ്ശൂർക്കാർ. കുറേ ആൾക്കാർ മെഴുക്കുവരട്ടി എന്ന് പറയും. ശരിക്കും മെഴുക്കുവരട്ടി തന്നെ അത്. നമ്മൾ സെറ്റാവാനായിട്ട് ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊരു സാലഡ് ശരിയാക്കാം. സാലഡിന് വേണ്ടിയിട്ട് എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത്തിരി ലെമൺ പിഴിയാതിരിക്കട്ടെ. ഒരു പെപ്പർ പൗഡർ ഇടാം. ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ കഴിയുമ്പോഴെല്ലാം മിക്സ് ആയിക്കോളും. പിന്നെ ഇന്നത്തെ ഞണ്ട് കറിയുണ്ട്. ഇന്നലെ വെച്ചതാണ്, കുറച്ചധികം ഉണ്ടായിരുന്നു. അതിനതുണ്ട്. പിന്നെയും കറികളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. അത് ആർക്കും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇത്രയൊക്കെ മതി ഇന്നത്തെ കറികൾ. അപ്പോൾ ഇന്നത്തെ ചോറ് പയർ മെഴുക്കുവരട്ടി, ഞണ്ട്, സാലഡ്, തൈരുണ്ട്. ഇതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് തട്ടിമുട്ടി കഴിക്കും.